ഒരു ഭൂമി വാങ്ങുവാൻ പോകുമ്പോൾ ആധാരമുള്ള ഭൂമിക്കൊപ്പം കുറച്ച് പ്രോപ്പർട്ടി കിടപ്പുണ്ട്. പക്ഷേ അതിന് കൈവശാവകാശ രേഖയുണ്ടെന്നൊക്കെ ഓണർ പറയുന്നു. പക്ഷേ നിയതമായിട്ടുള്ള ഒരു ആധാരമോ പട്ടയമോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ലീഗൽ കൗൺസിലിംഗ് ഫേമിൻ്റെ നിയമപരമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power. ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു മെസ്സേജാണ്. സാർ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് 23 സെൻറ്റ് വസ്തു വിൽക്കാനായുണ്ട്. പക്ഷേ അതിന് 18 സെൻറ്റിൽ മാത്രമേ പ്രോപ്പർ ടൈറ്റിലുള്ളൂ. ബാക്കി ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. കൈവശാവകാശമുണ്ട് എന്നാണ് ഓണർ പറയുന്നത്. 18 സെൻറ്റിന് 75,000 രൂപ വീതവും ബാക്കിയുള്ള 5 സെൻറ്റിന് 40,000 രൂപ വെച്ച് നൽകണമെന്നാണ് പറയുന്നത്. ഒന്നിച്ചു മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ വാങ്ങിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ആ 5 സെൻറ്റിൻ്റെ കാശ് പറഞ്ഞല്ലോ, 4,000 രൂപ വെച്ചാൽ. അപ്പോൾ 4 30 3 ലക്ഷം രൂപ വരുമല്ലേ? ആ 3 ലക്ഷം രൂപ പോയി എന്ന് കൂട്ടിയാൽ മതി. മറ്റൊന്നും കൊണ്ടല്ല, ആ 18 സെൻറ്റ് വസ്തുവിന് മാത്രമേ പ്രോപ്പർ ഡീഡുള്ളൂ. അതായത് അത് മാത്രമാണ് നിങ്ങൾക്ക് പോക്കുവരവ് ചെയ്യാനും മറ്റെന്ത് ക്രയവിക്രയം ചെയ്യുന്ന സ്ഥലം. ബാക്കിയുള്ള 5 സെൻറ്റ് അതിനോട് അസോസിയേറ്റ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അവകാശികളില്ലാത്ത, ചിലപ്പോൾ അപ്പുറത്തെ ആളുടെ ആകാം, അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയോ, ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളെ പുറമ്പോക്കെന്നാണ് വിളിക്കുക. ചിലപ്പോൾ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ 5 സെൻറ്റെങ്കിൽ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ് ഈ ഒരു കുറച്ച് പുറമ്പോക്കെങ്കിലും നിങ്ങൾക്കതിനകത്ത് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഒരു നോട്ടീസ് വരാം, ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ആ കാശ് നിങ്ങൾക്ക് പോയെന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് 75,000 രൂപ വെച്ച് അയാൾ തരുമ്പോൾ ഇതിന് 40,000 രൂപ പറയുമ്പോൾ ലക്ഷ്യം ഇതാണ്. പറയില്ലേ, അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കെട്ടിക്കുക എന്ന് പറഞ്ഞ പരിപാടി തന്നെയാണ്. അതായത് ആ പ്രോപ്പർട്ടിയിൽ 5 സെൻറ്റ് വസ്തുവിന് നിയതമായിട്ടുള്ള ഒരു ടൈറ്റിൽ ഡീഡില്ല. അതുകൊണ്ട് തന്നെ അത് വേറെ ആരും വാങ്ങുകയുമില്ല. അപ്പോൾ ഒന്നിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഗുണമുള്ളൂ. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. കാരണം അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിട്ട് മാറും. അതല്ലെങ്കിൽ നാളെ ആ പ്രോപ്പർട്ടിക്ക് മറ്റാരെങ്കിലും ഒരു തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് മറ്റൊരു അവകാശി ഉണ്ടെന്ന് പറയുമ്പോൾ നാളെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പണിയാവും. നിങ്ങളുടെ കയ്യിൽ അത് കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടിയുടെ മുകളിൽ ഒരു അതിര് വന്നേക്കാം, ഒരു മതിൽ വന്നേക്കാം. പൊതുവേ ഈ സർക്കാർ ഭൂമി, ഈ പുറമ്പോക്ക് ഭൂമിയാണ്, റോഡിനോട് ചേർന്നോ കിടക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ ചിലപ്പോൾ അവിടെ നമുക്ക് മറ്റ് സർക്കാർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ വഴിയില്ല. പക്ഷേ പറയാൻ പറ്റില്ല. സർക്കാരിന് വേണമെങ്കിൽ അവിടെ അടച്ചു കെട്ടാനുള്ള അവകാശമൊക്കെ ഉണ്ട്. റോഡിലേക്ക് വഴി നിങ്ങൾക്ക് തരേണ്ടി വരും. പക്ഷേ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ കാശ് പോകുമെന്നാണ് അർത്ഥം. നിങ്ങൾ ഈ പറഞ്ഞിട്ടിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയുടെ സ്ഥലത്ത് അത് ചിലപ്പോൾ വേറെ അവകാശം ഉണ്ടായിരിക്കാം, നമുക്കറിയാത്തതാണ്. ചിലപ്പോൾ അവിടെ വിദേശത്തോ വല്ല ആയിരിക്കാം. ഇവർ പറയുന്നതാണ് ഇത് ഞങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കണം. അപ്പോൾ പരമാവധി ഡീഡുകളൊന്നും ഇല്ലാത്ത പ്രോപ്പർട്ടി വാങ്ങാതിരിക്കുക തന്നെയാണ് നല്ലത്. എപ്പോഴായാലും അത് ഏണിയായിട്ട് മാറും. ഇനി നാളെ നമുക്ക് ഇതിൻ്റെ പട്ടയം കിട്ടുന്നതൊക്കെ അവർ പറയുന്നതാണ്. അങ്ങനെ ഒരിക്കലും കിട്ടില്ല. അതൊക്കെ വലിയ ഗവൺമെൻറ് പ്രോസസ്സുകളാണ്. അപ്പോൾ 18 സെൻറ്റ് 75,000 രൂപ വെച്ച് മേടിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അങ്ങനെ തരുമെങ്കിൽ മേടിക്കുക. അതല്ല, ഈ 75,000 രൂപ വെച്ച് കിട്ടുന്ന ലാഭമാണ് ഈ 40,000 രൂപ. അപ്പോൾ നിങ്ങൾ ഇത്രയും കണക്കൂട്ടിയാൽ മതി. ഈ 40,000 രൂപ കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടുക, അതിൻ്റെ ഡിവൈഡ് ചെയ്ത് കൂട്ടുക. അത്രയും വിലയാണോ എന്ന് നോക്കുക. പലയിടങ്ങളിലും വളരെ ചുളു വിലയ്ക്ക് വസ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പറ്റിക്കലല്ല, ഈ കിട്ടിയവനെങ്കിലും അടുത്ത ആൾക്ക് വിൽക്കണം, അതിനുവേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വസ്തു വാങ്ങാൻ പോകുമ്പോൾ ഈ പറഞ്ഞ കുറച്ച് പ്രോപ്പർട്ടി വല്ല 1-2 സെൻറ്റ് വസ്തുവാണെങ്കിൽ അതിൻ്റെ കാശ് കൊടുക്കുന്നൊരു കുഴപ്പമൊന്നും നഷ്ടമൊന്നുമില്ല. നിങ്ങൾ പെട്ടെന്ന് ഒരു ബിസിനസ് നടക്കും. പക്ഷേ ഉറപ്പിച്ചിരിക്കുക, നിങ്ങളുടെ പ്രോപ്പർട്ടി ആയിരിക്കില്ല. ഒരുപാട് പ്രോപ്പർട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഏത് 50 സെൻറ്റിൽ 25 സെൻറ്റിനും ഫുള്ള് കാശ് കൊടുക്കുക, 20 സെൻറ്റ് പകുതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ നഷ്ടമാകും. നിങ്ങൾ നാളെ ഇത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോഴും ഇതേ പ്രോസസ്സ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാകുക. അങ്ങനെ വാങ്ങുവാൻ ആളുണ്ടെങ്കിൽ കുഴപ്പമൊന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതാണ് സൂക്ഷിക്കേണ്ടത്. ടൈറ്റില്ലാത്ത പ്രോപ്പർട്ടി വാങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്കത് ചിലപ്പോൾ മറ്റവകാശികളൊന്നും വന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും, ഇവരെ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഒരു മ്യൂട്ടേഷനോ മറ്റൊരു പരിപാടികളും നടക്കില്ല എന്ന് ഓർത്തിരിക്കുക. Out of Court, the Legal Counseling Center, Cochin. Legal awareness make you more power.